ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്ത് വധക്കേസിൽ പ്രതികളായ 9 RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 19 വർഷങ്ങൾക്ക് ശേഷമാണ് കോടതിയുടെ ശിക്ഷാവിധി. അതേസമയം വധശിക്ഷയായിരുന്നു പ്രതീക്ഷിച്ചതെന്ന് റിജിത്തിന്റെ അമ്മ ജാനകി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എനിക്ക് നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടൂലല്ലോ, അത് തിരിച്ചു കിട്ടിയെങ്കിലല്ലേ എനിക്ക് ആശ്വസിക്കാൻ കണ്ടു സന്തോഷിക്കാൻ കഴിയുള്ളൂ. അതൊരിക്കലും കിട്ടൂലല്ലോ. പിന്നെ എങ്ങനെ ഞാൻ സന്തോഷിക്കുക? എങ്കിലും ആശ്വാസം ഉണ്ടെന്ന് പറയാം. ഇതിനു വേണ്ടി പ്രവർത്തിച്ച അഡ്വക്കറ്റോടും ന്യായാധിപനോടും ഞാൻ 1000 നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പാർട്ടിക്കാരോടും നാട്ടുകാരോടും അവരുടെ സുഹൃത്തുക്കളോടും എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ മാസം 4-നാണ് റിജിത്ത് വധക്കേസിൽ എല്ലാ പ്രതികളും കുറ്റക്കാരാണെന്ന് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 3-ാം പ്രതി അജേഷ് വിചാരണയ്ക്കിടെ മരിച്ചിരുന്നു. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ബാക്കിയുള്ള 9 പ്രതികൾക്കാണ് ശിക്ഷ. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. വളരെ തൃപ്തികരമായിട്ടുള്ളൊരു വിധിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. 2018-ലാണ് ഇത് വിചാരണ ആരംഭിക്കുന്നത്. RSS BJP പ്രവർത്തകരായ VV സുധാകരൻ, കൊത്തിലത്താഴെ വീട്ടിൽ ജയേഷ്, CP രഞ്ജിത്ത്, PP അജീന്ദ്രൻ, IV അനിൽകുമാർ, രാജേഷ് PP, VV ശ്രീകാന്ത്, VV ശ്രീജിത്ത്, TV ഭാസ്കരൻ എന്നിവരാണ് പ്രതികൾ. 2005 ഒക്ടോബർ 3 രാത്രി 7:45-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. സുഹൃത്തുക്കളോടൊപ്പം വീട്ടിലേക്ക് നടന്നു വരികെ ചുണ്ടാ തച്ചൻ കണ്ടിയാൽ ക്ഷേത്രത്തിനടുത്ത് വെച്ച് പ്രതികൾ പതിയിരുന്ന മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. റിജിത്തിനൊപ്പമുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരായ നികേഷ്, വികാസ്, വിമൽ എന്നിവർക്കും വെട്ടേറ്റു. റിജിത്ത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. ക്ഷേത്രമുറ്റത്ത് ശാഖ നടത്തിയത് ചോദ്യം ചെയ്തതിനുള്ള വൈരാഗ്യമായിരുന്നു കൊലപാതകത്തിന് കാരണം. കണ്ണൂരിൽ RSS നടത്തിയ ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകത്തിൽ ഒന്നായിരുന്നു 25 വയസ്സുകാരനായ റിജിത്തിന്റെ കൊലപാതകം.